എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. വേറൊന്നും കൊണ്ട് പറയല്ല. ഒരുപാട് പേര് ഇന്നലെ ഞാൻ പല ഡൈകളും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെന്ന മിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡൈ അലർജി ഉള്ളവർക്കുള്ള ഡൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസാണ് ഇപ്പം ഹെയറിനെ പറ്റി പോകുന്നത്. ഇന്നും ഹെയറിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഒരുപോലെ, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. എനിക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് അനുസരിച്ചും അവർ പറയുന്ന അനുസരിച്ചുമുള്ള വീഡിയോസാണ് നിങ്ങൾക്കിപ്പോൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കതാണല്ലോ കുറച്ചും കൂടെ നല്ലത്. കാരണം എല്ലാവരുടെയും സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യാൻ പറ്റും, അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള വീഡിയോസാണ് ഇപ്പം ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് കോളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആരും ഒന്നും ഓർക്കല്ലേ, തിരക്കുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി, ഞാനുള്ള റിപ്ലൈ തന്നോളാം. പിന്നെ ഒരുപാട് കോളും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പം ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്. മെയിനായിട്ടും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡൈ അലർജി. അതായത് ഡൈ അലർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമാണ്. നിങ്ങൾ പിന്നെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അതായത് കെമിക്കൽ മേടിച്ച് യൂസ് ചെയ്ത് നമുക്ക് ആരുടെയും കുഴപ്പമില്ല നമ്മളിത് കെമിക്കൽ യൂസ് ചെയ്യുന്നത്. അതായത് മുടി കറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന്, അതായത് ഇപ്പോഴത്തെ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മുടിയെ തേച്ച് അപ്പം കറക്കാനായിട്ട് നമ്മൾ എന്തായാലും നോക്കത്തുള്ളൂ. അതാരുടെയും കുറ്റമൊന്നുമല്ല. പക്ഷേ നമ്മൾ അത് തേച്ച് പോകുമ്പോഴുള്ള ആ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളുമാണ് പിന്നീട് നമ്മളെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് തേച്ച് ആദ്യമൊന്നും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ആദ്യം നമ്മുടെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് ചിലപ്പോൾ ഒരു ഫ്രണ്ടിലോട്ടൊക്കെ നര വന്ന് തുടങ്ങുമ്പോഴേ എന്ത് ചെയ്യും, ഈ ഒരു കെമിക്കലായിട്ടുള്ള ഡൈ നമ്മൾ വാങ്ങിച്ചെങ്കിൽ ഒന്നെങ്കിൽ ഷാമ്പൂ ആയിരിക്കും. അതുകൂടാതെ ഈ ഷാമ്പൂ ആണെങ്കിൽ ഷാമ്പൂ, അല്ലെങ്കിൽ ക്രീമി പോലത്തെ ആണെങ്കിൽ അത് തേക്കും. പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരു ഡൈ, ചിലർ ഒരു ഡൈ തേച്ചിട്ട് ഇപ്പോൾ ഷാമ്പൂ ആയിരിക്കും ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നീട് വേറൊരു നല്ല ഡൈ കാണുമ്പം, കെമിക്കൽ ഡൈ ആണ്, അത് കാണുമ്പം അതിൻ്റെ പുറകെ പിന്നെ വാങ്ങിച്ച് അത് തേക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരാൾ പറയും ഇത് നല്ല ബ്രാൻഡാന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ച് തേക്കും. അപ്പം ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിലൊരു കാര്യം, കെമിക്കൽ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക. പിന്നെ എന്തിന് ബാക്കിയുള്ളതിൻ്റെ പുറകെ പോകുന്നു? അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ അലർജി കയറി പിടിക്കുന്നത്. ഒരു ഡൈ തേച്ചു, അതൊന്ന് നമുക്ക് പിടിച്ചു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് അടുത്തൊരു ബ്രാൻഡ് കാണുമ്പോൾ ഇതിലും നല്ലതാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ തേച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ഡൈ അലർജി ഉണ്ടായി തുടങ്ങും. ഇങ്ങനെ തേക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ, തലയിൽ ചൊറിച്ചിൽ, തലയിൽ കുരുക്കൾ, മുഖവും കണ്ണുമൊക്കെ. ഡൈ അലർജി കൂടിക്കഴിഞ്ഞാണല്ലോ ചില അലർജിയുള്ള ഡൈ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് അലർജി പിടിച്ചു, ഡൈ അലർജി ഉണ്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും അറിയാതെ നമ്മൾ വേറൊരു ഡൈ മേടിച്ച് തലയിൽ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ വീങ്ങും. അതായത് കണ്ണിൻ്റെ ഇവിടെ മൂക്കും ഒക്കെ വീങ്ങും തേച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായോ, നിങ്ങൾക്ക് ഒരു ഡൈയും പിന്നെ തലയിൽ തേക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ രക്തത്തിലേക്ക് ഒരു അലർജി പിടിച്ചു കഴിഞ്ഞു. ഇനി ഡോക്ടറെ കാണാൻ പോലും ചെന്നാൽ പിന്നെ ഒരു കാര്യം പറയത്തില്ല, എന്താണെന്നറിയോ, നിങ്ങൾ ഡൈ ഒഴിവാക്കുക എന്നേ പറയത്തുള്ളൂ. വേറെ ഒന്നും അവിടെ ഒരു ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക്. ഡൈ അലർജി പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേ ഒരു പ്രശ്നമുള്ളൂ. ഡൈ അലർജി കൂടിക്കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരെ നമുക്ക് വരാം. നമ്മുടെ ഹെയറിനെ ഏതൊരു സാധനവും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം, മനസ്സിലായി. പെട്ടെന്ന് സൗന്ദര്യം കൂട്ടാനായിട്ട്, പെട്ടെന്ന് മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് ഇതെല്ലാം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുമ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ച് അയ്യോ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് നാച്ചുറലായിട്ടുള്ള വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ അതെനിക്ക് തന്നാൽ മതി, ഞാനത് തേച്ചോളാവേന്ന് പറയും അല്ലേ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പതിയെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് സാധനമുണ്ട്. പക്ഷെ അതിലേക്ക് ആരും പോകുന്നില്ല. നിസ്സാര ഒരു കാര്യം, ചെമ്പരത്തി എന്ന് പറഞ്ഞ ഒരു ചെടി അറിയാം നിങ്ങൾക്ക്? ചെമ്പരത്തി എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതിരി തിരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്ന ചെമ്പരത്തിയായിരുന്നു അല്ലേ. എല്ലാം ഓരോ കമ്പ് നാട്ടി വെക്കും, മൊത്തം ചെമ്പരത്തി പോലെ നിറഞ്ഞു നിൽക്കും. എന്നിട്ട് ആ ഒരു ചെമ്പരത്തിയുടെ പൂവും ഇലയും ഒക്കെയാണ് നമ്മൾ ഷാമ്പൂ വാഷിനായിട്ടും, അതായത് നമ്മുടെ താളി ഉപയോഗിച്ച് പോവും. അതിൻ്റെ പൂവും അതൊക്കെ അടിച്ച് നമ്മളത് ഉപയോഗിക്കും, തലയെ കഴുകാനായിട്ടും ഒക്കെ ഉപയോഗിക്കും അല്ലേ. നല്ലവണ്ണം ചെളിയും പോവും, നമ്മുടെ തല നല്ലതായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും ഗ്രാമത്തിലൊക്കെ അല്ലാതെ എവിടെയെങ്കിലും ഒരു ചെമ്പരത്തി ഇത് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എല്ലാവരും ചെമ്പരത്തി വളർന്നതാണ് ചെമ്പരത്തി വെട്ടി അങ്ങ് കളയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അപ്പോൾ ചെമ്പരത്തി ഒന്നും ഇപ്പോൾ ആരുടെയും വീട്ടിലില്ല. അങ്ങും ഇങ്ങും ഒക്കെ ഓരോ വീട്ടിലേ ഉള്ളൂ. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള ഒരു സാധനമാണ് ചെമ്പരത്തി. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന സാധനം ഉണ്ടാക്കുന്നത് ചെമ്പരത്തി, നാടൻ ചെമ്പരത്തി, ചുമന്ന 5 ഇതളുള്ള നാടൻ ചെമ്പരത്തി. അതുകൂടാതെ നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ട എന്നാണെന്നറിയുമോ? പനിക്കൂർക്ക, അത് അത്യാവശ്യം. പിന്നെ എന്താണ്? തുളസി, ആര്യവേപ്പ്, ഇങ്ങനത്തുള്ള ഇത്രയും ഒരു 4 ഐറ്റംസ് എങ്കിലും ആ 4 ചെടികളും നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ഇപ്പോൾ അതുള്ള വീടുകൾ കുറവാണ്, ശരിയല്ലേ? പക്ഷെ അതിൻ്റെ ഗുണം അറിഞ്ഞ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അതിനുള്ള ഓട്ടമാണ്. ചെമ്പരത്തി പൂവിന് നമ്മുടെ വീട്ടിലുള്ള നാടൻ ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഇലയ്ക്ക് പോലെ നമുക്ക് അതിൻ്റെ പൗഡർ മേടിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ? ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ പറ്റും, നല്ല വിലയാണ് ചെമ്പരത്തി പൗഡറിനൊക്കെ. ചെമ്പരത്തി പൂവിൻ്റെ പൗഡറുണ്ട്, ഇലയുടെ താളിയുണ്ട്, അതിന് വല്ല റിസൾട്ടും കിട്ടുമോ? നമ്മൾ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ആ പച്ചയായിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് മറ്റൊന്നിനും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അതെല്ലാം അന്യം നിന്ന് പോവുകയാണ് ഇപ്പോൾ. എല്ലാവരും വെട്ടി നശിപ്പിക്കുകയാണിപ്പോൾ. അതൊരിക്കലും നമ്മൾ ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുള്ള, അതായത് ഡൈ അലർജി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ തലയ്ക്ക് ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്, അവരുടെ ആ കെമിക്കൽസൊക്കെ ആ കെമിക്കലിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് തലയിൽ നിന്ന് പോകാനായിട്ടും, അതുപോലെ താരം മൂലമുള്ള പ്രശ്നത്തിന്, കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാം. താരം മൂലമുള്ള പ്രശ്നത്തിന്, അതുപോലെ തല ചൊറിച്ചിൽ, മുടി പൊഴിഞ്ഞു പോകുന്നതിന്, മുടി നല്ലതായിട്ട് കറക്കാൻ, അത് വെളുത്ത മുടി കറക്കാനല്ല, പ്രത്യേകം പറയാം, വെളുത്ത മുടി കറക്കാനല്ല, നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും, അതായത് മുടി ഒരുപാട് നരയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ മുടിക്ക് കെയറിന് വേണ്ടി, നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണെന്നേ, വേറൊന്നും പുറത്തോട്ടൊന്നും പോകണ്ട. നമ്മളിതവിടെ നമ്മുടെ വീട്ടിലെ സ്ഥലവും കുറച്ച് ഒരു 2 സെൻറ്റ് സ്ഥലമുള്ളൊരു ഇത് ചെടിച്ചട്ടിക്കാണെങ്കിലും നമുക്കിത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ സാധനമൊക്കെ. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്, ഞാനിവിടെ വെച്ച് പിടിപ്പിച്ച് എൻ്റെ വീട്ടിൽ തന്നെയുള്ള സാധനത്തിൽ നിന്ന് ശേഖരിച്ച ഇലകളും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കണ്ടാലോ നമുക്ക്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തരാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അലർജി മൂലം വിഷമിക്കുന്നവർക്ക്, അലർജി മൂലം ചൊറിച്ചിൽ, അതുതന്നെ ഡൈ ചെയ്ത മൂലം അലർജി മൂലം ചൊറിച്ചിലും പ്രശ്നങ്ങളും ഉള്ളവർക്കും, തലമുടിയിൽ താരനുള്ളവർക്കും, തലമുടി പൊഴിച്ചിലിനും, അതുപോലെ തന്നെ നമുക്ക് തലയ്ക്ക് നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി ഒരു പായ്ക്കാണ്. നല്ല അകാലനര തടയാനൊക്കെ നല്ലതാണ് ഇത്. നമുക്ക് മുടി നല്ല കറുപ്പായി കിട്ടാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അലർജി കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന നീരുകൾ, ചൊറിച്ചിലുകൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം ഈ നമുക്ക് സ്കിൻ അലർജി മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ കെമിക്കൽ ഡൈ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അന്യം നിന്ന് പോയ കുറേ പച്ചിലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉള്ളവരുടെ വീട്ടിൽ ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഒരുപാട് നല്ല ഗുണമുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ചെടിച്ചട്ടിയിലെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അന്യം നിന്ന് പോകുന്ന നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ പൂവാണ് നമുക്കിതിന് ആവശ്യം വരുന്നത്. 4 or 5 ചെമ്പരത്തിപ്പൂ എടുക്കുക, അതായത് 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് മിക്കവാറും കാണാൻ സാധ്യത കുറവുള്ളൊരു സാധനമാണ് ഇപ്പോഴത്തെ കാലത്ത് പനിക്കൂർക്കയില. ഇത് വെച്ച് വളർത്തുന്ന ഒരുപാട് പേരുണ്ട്, എന്നാലും ഇതിൻ്റെ ഈ ഒരു പനിക്കൂർക്കയിലയുടെ വെച്ച് പിടിപ്പിക്കുന്നത് കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഒരു 5 or 6 പനിക്കൂർക്കയില എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പില. ഒരുപാട് മെഡിസിൻ വാല്യുള്ള ഇലയാണ് ആര്യവേപ്പിലയും പനിക്കൂർക്കയിലയും ഒക്കെ. ആര്യവേപ്പിലയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ചൊറിച്ചിൽ, അലർജി, ഇതിനെല്ലാം നല്ലതാണ് നമ്മുടെ ഈ ആര്യവേപ്പില. താരം പോകാനും ഒക്കെ നല്ലതാണ്, മുടികൊഴിച്ചിൽ മാറാനും എന്ന് വേണ്ട എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഈ ഒരു കൈപിടി ആര്യവേപ്പിലയും കൂടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്, എന്നാലേ നമുക്ക് അതിൻ്റെതായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പേസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ കറക്റ്റ് രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ഇതുപോലൊരു പാൻ എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്, ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിനാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്താണെന്നറിയോ? നമ്മുടെ തേയിലപ്പൊടിയാണ്. തേയിലപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട്. നമുക്ക് ഹെന്നായിക്കത്തൊക്കെ നമ്മൾ എപ്പോഴും തേയിലപ്പൊടി മിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മുടിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിക്ക് ഒന്ന് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സാധനമാണ് തേയിലപ്പൊടി. തേയില വെള്ളം കൊണ്ട് വെറുതെ നമ്മുടെ മുഖം കഴിയാൻ മുഖത്തിലെ ടാൻ മാറും, മുടി കഴിയാൻ മുടിക്ക് കറുപ്പുണ്ടാകും. മുടിക്ക് ഒത്തിരി നല്ലതാണ് തേയില വെള്ളവും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തേയിലയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് തേയിലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടുതൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ. 1-2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാപ്പിപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കാപ്പിപ്പൊടി നമ്മുടെ തലമുടി കറക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ, ഈ മുടി കളർ കുറഞ്ഞ പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ തേച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ ആ ഒരു കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന, അവർക്ക് ഒരുപാട് ചെമ്പ് നിറമൊന്നും ആകാതെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് തേച്ചാൽ നാളെ റിസൾട്ട് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. ഇതൊക്കെ ഡെയിലി നമ്മൾ ചെയ്തു പോകണം. നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകാനുള്ള നല്ലൊരു ഹെയർ പായ്ക്കാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് വറ്റണ്ട, എന്നാലും ഏകദേശം നന്നായിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം തിളച്ചിറങ്ങണം. അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിനകത്ത് കിട്ടണം ആ വെള്ളത്തിലേക്ക്. അതിനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മളിതെല്ലാം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാം? ഇത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അരിച്ചെടുക്കാവുള്ളൂ. ഞാനിത് വറ്റിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഉണ്ടോ, ഇത് ഇത്രയും വറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കണം. ഒത്തിരി വറ്റി പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ഇതിൻ്റെ അംശമെല്ലാം എല്ലാ സാധനവും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. വീണ്ടും ആ പാൻ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് നമുക്ക് ആദ്യം അരച്ച് കൊടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ആര്യവേപ്പിലയും നമ്മുടെ ഈ ആര്യവേപ്പിലയും നമ്മുടെ എന്താ പറയുക ചെമ്പരത്തിപ്പൂവും നമ്മുടെ പനിക്കൂർക്കയിലയും കൂടെ അരച്ച പൂട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട്, പിന്നെ നമ്മൾ അരിച്ച് വെച്ച തേയിലക്കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കുക. അതൊന്ന് തിളയ്ക്കുമെന്ന് കാണുമ്പം അത് തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുറുക്കി നല്ല രീതിയിലൊന്ന് എടുക്കുക. ചെറു തീയിൽ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇതിനൊരു കറുപ്പ് നിറമൊക്കെ വരാൻ തുടങ്ങും. അതൊരു നല്ലതാണ്. ഈ ഒരു കറുപ്പ് നിറം നമുക്ക് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തേയിലയുടെ എല്ലായിടും ഒഴിച്ചുകൊണ്ടാണ് ഈ ഒരു കറുപ്പ് വരുന്നത്. എന്നിട്ട് നമ്മൾ പതുക്കെ ലോ ഫ്ലെയിം വെച്ച് ഇതുപോലെ കുറുക്കി ഒന്ന് വേവിച്ച് നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് കുറുക്കണ്ട, എന്നാലും നമുക്കറിയാം ഏകദേശം ഒരു കുഴമ്പ് രീതിയിൽ നമുക്കിത് കുറുക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ തീ കൂട്ടി വെച്ച് വെറുതെ കുറുക്കിയെടുക്കരുത്. അപ്പോൾ ഞാൻ ഒരു പാകത്തിന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ കുറുകി നമ്മുടെ ആ ഒരു വെള്ളമെല്ലാം ചെറുതായിട്ട് വറ്റി വരും. അപ്പോൾ തന്നെ നമ്മുടെ ആ കറുപ്പ് ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. ഒരു രീതിയിൽ നമുക്ക് കറുപ്പ് രീതിയിൽ തെളിഞ്ഞ് വരും കണ്ടോ. ഇതുപോലെ നമ്മൾ എടുക്കണം. ഇതാണ് കറക്റ്റ് ഒരു പരുവെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് വേണ്ടത് അതിനായിട്ട് ചട്ടി തന്നെ എടുക്കണം. അതായത് മൺചട്ടി തന്നെ എടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, വേറൊരു ചട്ടി എടുക്കുന്നത്. മൺചട്ടി തന്നെ എടുത്താൽ ഇത് നമുക്ക് നല്ല റിസൾട്ടാണ്. ഈ മണ്ണിൻ്റെ ചട്ടിയിൽ പല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് ചെയ്യുമ്പോൾ ആയുർവേദ വിധി പ്രകാരം മൺചട്ടിയിൽ ഇങ്ങനെ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരുപാട് റിസൾട്ടാണ്. മൺചട്ടി, ഈ ഒരു മണ്ണ്, കളിമണ്ണിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഒരുപാടുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. എന്തായാലും അതിലേക്ക് നമുക്ക് ആ മൺചട്ടിയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂണ് നെല്ലിക്കാപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ, മുടി കൊഴിയുന്നതിനും അതുപോലെ മുടി നരയ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി. നമ്മുടെ ഹെന്ന പൗഡറിനകത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്യുന്നതല്ലേ, ഒത്തിരി നല്ലതാണ്. അപ്പം ഇത് നമ്മൾ നമ്മുടെ ഹെയറിനെ, നമ്മുടെ തലയ്ക്കും ഹെയറിനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പായ്ക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് 1 ദിവസം വെക്കണം. 1 ദിവസത്തിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു കൂട്ടെല്ലാം ഒന്ന് കറുപ്പ് നിറമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കറുപ്പ് നിറം നമുക്കിതിന് കിട്ടും. തേയിലയുടെ അതെല്ലാം അംശമെല്ലാം ഇറങ്ങി നല്ല രീതിയിലൊരു നല്ലൊരു പായ്ക്കായിട്ട് നമുക്ക് കിട്ടും. ഏകദേശം നമുക്ക് ഹെന്നയൊക്കെ ഇടുന്ന രൂപത്തിലുള്ളൊരു പായ്ക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ തലമുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് നമ്മുടെ തലയിലോട്ട്, സ്കാൾപ്പിലും മുടിയിലും എല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു കുഴപ്പമില്ല.
അപ്പം നമ്മുടെ സ്കാൾപ്പിലും മുടിയിലെല്ലാം തേക്കാം. അലർജി ഉള്ളവർ പ്രത്യേകിച്ച് നല്ലപോലെ സ്കാൾപ്പിൽ തേക്കണം. താരനുള്ളവർ സ്കാൾപ്പിൽ തേക്കണം, മറക്കല്ലേ. അപ്പം ഞാനിതുപോലെ പാർട്ടീഷൻ എടുത്തിട്ട് തേച്ച് കൊടുക്കണം. ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി എനിക്കിഷ്ടമാണ്, ഒത്തിരി നല്ലൊരു മണവുമാണ്. പച്ചിലകളെല്ലാം കൂടെ ചേർന്ന് പനിക്കൂർക്കയിലൊക്കെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. ഒത്തിരി നേരം ഒന്നും വെക്കണ്ട. 20 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ താളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകി കളയാം കേട്ടോ. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ട് ഉപയോഗിക്കുക, ഒത്തിരി ഒന്നും ഉപയോഗിക്കേണ്ട. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണം ഷാമ്പു വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിത് വെച്ച് കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണമയം പുറത്തോടെ തൂത്താലും മതി. എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. രാത്രിക്ക് മുമ്പ് ഇത് ചെയ്യാൻ ശ്രമിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് എന്തെല്ലാം ചെയ്യണം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും രാത്രിക്ക് മുമ്പ് ഒരു 6 മണിക്ക് മുമ്പ് നമ്മുടെ തലയിൽ ഇതെല്ലാം തേച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ജലദോഷവും കാര്യങ്ങളും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകും. ഉണങ്ങിയ മുടി ഉണങ്ങാതെ വെള്ളത്തോടുകൂടി ഒന്നും തുടച്ചിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലും മുടിക്കായ അങ്ങനത്തുള്ള സംഭവങ്ങളുണ്ടായി മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. പ്ലെയിൻ വാഷ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ നമ്മുടെ ചെറിയ തരിതരിപ്പൊക്കെ മുടിയിൽ കാണുമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം കണ്ടല്ലോ, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. ആര്യവേപ്പില, മെഡിസിൻ വാല്യുള്ള ഇലയാണ്. പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക, പൊങ്ങമ്പനി എന്ന് പറയും, അതായത് 5-ാം പനിയൊക്കെ വരുമ്പോഴത്തേനും നമ്മളെന്താ ഈ ആര്യവേപ്പില ഉപയോഗിച്ച് ആര്യവേപ്പില വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും വലിയവരെ ആണെങ്കിലും കിടത്തും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വിശറി പോലെ നമ്മളിങ്ങനെ ദേഹത്തോടെ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് നമ്മൾ ഓടിക്കില്ലേ. എന്തുകൊണ്ടാണെന്നറിയോ? ഭയങ്കരമായിട്ടുള്ളൊരു മെഡിസിൻ വാല്യുള്ള ഇലയാണ് നമ്മുടെ ആര്യവേപ്പില. മുഖക്കുരു മാറാനായിട്ട്, മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മാറാനായിട്ട്, താരം മാറാനായിട്ട്, മുടികൊഴിച്ചിൽ മാറാനായിട്ട്, ചൊറിച്ചിൽ മാറാനായിട്ട് ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആര്യവേപ്പില. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് നമ്മുടെ പനിക്കൂർക്കയില. നമ്മുടെ തലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നീരിറക്കത്തിന്, അലർജിക്ക് ഒക്കെ ഉള്ള നല്ലതാണ് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ പനിക്കൂർക്കയില. ഒത്തിരിയൊക്കെ നമ്മുടെ നാടൻ വിദ്യകളാണ്. പക്ഷെ ഇതൊന്നും ആരും പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പനിക്കൂർക്കയിലാണ് ചേർന്നേക്കുന്നത്. അലർജിക്കും ചൊറിച്ചിലിനും താരനും മുടി കറക്കാനായിട്ടും ഒക്കെ പനിക്കൂർക്കയില ഒത്തിരി നല്ലതാണ്. നാടൻ ചെമ്പരത്തി പൂവ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നാടൻ ചെമ്പരത്തി പൂവിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അത് കിട്ടാനില്ല, പക്ഷേ അതിന് ഒരുപാട് ഗുണമുണ്ട്. ഇലയ്ക്കും പൂവിനും എല്ലാം ഗുണമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ അത് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അതിപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അതിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇത് വേണ്ട. കാരണം നമുക്കുള്ളത് കൊണ്ട് അത് വേണ്ട. ഇല്ലാത്തവർ അതിന് വേണ്ടിയിട്ട് കടിപിടി കൂടുകയാണ്. ഒത്തിരി ഗുണമുള്ളതാണ് നമ്മുടെ ചെമ്പരത്തി പൂവ്. മുടി കറക്കാനായിട്ടും മുടിയുടെ തലമുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഈ ചെമ്പരത്തി പൂവ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമോ ഒക്കെ ഡെയിലി ഇടുന്ന ഒരു പ്രശ്നവും ഡെയിലി ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യങ്ങൾ നിങ്ങളിത് ചെയ്തു പോവുകയാണെങ്കിൽ ഈ ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉള്ളവരും 2-3 പ്രാവശ്യം അടുപ്പിച്ച് തേച്ചേക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പതുക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞ് അലർജിയൊക്കെ കൂടി നീരും കാര്യങ്ങളും ചൊറിച്ചിലും ഒക്കെ ഉള്ളൊരു ഡോക്ടറെ പോയി കാണുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.